അഭയസങ്കേതം. Divine, divine, divine blessing. ദൈവം നൽകിയ സ്നേഹവരദാനം. Divine, divine, divine. പ്രിയപ്പെട്ടവരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നാം എല്ലാവരും കർത്താവിൻ്റെ വചനം ശ്രവിച്ച് പ്രാർത്ഥിച്ച് ഒത്തിരിയേറെ സന്തോഷവും സമാധാനവും നിറഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്ന സമയമാണ്. കർത്താവിൻ്റെ വചനം ഊർജ്ജസ്വലമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അത് എല്ലാ ജീവിത മേഖലകളിലേക്കും കടന്നു വരുന്നതും ജീവൻ നൽകി സമാധാനവും സന്തോഷവും നൽകുന്നതുമാണ്. ഈ വചനത്തിൽ ആഴപ്പെട്ട ഒരു ജീവിതം ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയാണ് നമുക്ക് ശരിയായ സന്തോഷവും സമാധാനവും ലഭിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 23 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, വചനമൊക്കെ കേൾക്കുമ്പോൾ, പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ, ഈ ധ്യാനത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഒരു ബോധ്യം ഇതാണ്: എൻ്റെ ദൈവം ഒന്നിനും കുറവ് വരുത്തുന്നവനല്ല, പൂർണ്ണതയിൽ എല്ലാം നൽകി അനുഗ്രഹിക്കുന്നവനാണ്. തുടർന്നുള്ള ജീവിത കാലഘട്ടങ്ങളിലും ഇതേ ഒരു അനുഭവത്തിലേക്ക് തന്നെയാണ് ഈശോ നമ്മെ നയിക്കുന്നതും. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ കുറവുകളിലേക്ക് നോക്കി ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് പറഞ്ഞ് ആകുലതയിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ്. എന്നാൽ പൂർണ്ണനായ യേശുവിനെ നോക്കി എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന ബോധ്യത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും ആ ഒരു കൃപയിലേക്ക് വിളിച്ചിരിക്കുക. അപ്പോൾ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാന ശുശ്രൂഷയിലൂടെ കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം. തുടർന്ന് എല്ലാ ആഴ്ചയും നടത്തപ്പെടുന്ന ധ്യാനത്തിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Divine, divine, divine blessing. Divine, divine, divine. ഹല്ലേലൂയ. അപ്പം നോക്കിക്കേ, ചിന്തയിൽ നിന്നാണ് പ്രവൃത്തി ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പ്രവൃത്തി മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്ത മാറ്റണം. ചിന്ത മാറ്റിയാലേ നമ്മുടെ പ്രവൃത്തിയിൽ മാറ്റം വരികയുള്ളൂ. ഇനി ശ്രദ്ധിക്കുക, ചിന്ത എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ചിന്ത ഉണ്ടാകുന്നത് നമ്മുടെ മെമ്മറിയിൽ നിന്നാണ്. ഹല്ലേലൂയ. ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറന്നാൽ കൊച്ചിന് തലയും തലച്ചോറും ഒക്കെ ഉണ്ട്, പക്ഷെ കൊച്ചു ചിന്തിക്കാൻ തുടങ്ങുന്നില്ല. കാരണം ചിന്തയ്ക്ക് ആവശ്യമായ ഡേറ്റ കൊച്ചിന് തലയ്ക്കകത്തില്ല. അതുകൊണ്ട് ആദ്യം ആ കുഞ്ഞ് ചെയ്യുന്നത് ചിന്തയ്ക്ക് ആവശ്യമായ ഡേറ്റ ശേഖരിക്കുക എന്ന കാര്യമാണ്. എങ്ങനെയാണ് ചിന്തയ്ക്ക് ആവശ്യമായ ഡേറ്റ കളക്ട് ചെയ്യുന്നത്? നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ്.
നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുവോ അതാണ് അത് എന്നേക്കുമായി നമ്മുടെ തലയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അതിനെയാണ് നമ്മൾ മെമ്മറി എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മുടെ കണ്ണുകൊണ്ട് അനുഭവിച്ചത്, ചെവി കൊണ്ട് അനുഭവിച്ചത്, ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ്. അങ്ങനെയാണ് കുഞ്ഞ് ചിന്തിക്കുന്നതിന് ആവശ്യമായ ഡേറ്റ ശേഖരിക്കുന്നത്. ബൈബിളിലെ ഓരോ വചന വരികൾക്കിടയിലും ഒന്നും കൂടെ പറഞ്ഞു. ബൈബിളിലെ ഓരോ വചന വരികൾക്കിടയിലും ഇനി ഞാൻ കാണിക്കുന്നു ഞാനുണ്ട്. നന്നായിട്ടൊന്ന് കാണിച്ച് ഞാനുണ്ട്. ഇനി ഒന്നും കൂടെ പലതരം ഉയർത്തി. ബൈബിളിലെ ഓരോ വചന വരികൾക്കിടയിലും ഞാനുണ്ട്. ബൈബിളിലെ ഓരോ വചന വരികൾക്കിടയിലും ഞാനുണ്ടെങ്കിൽ പറയുന്ന ആരോടാ? ഈ ഉറപ്പിൽ വേണം. അപ്പൊ എന്താ പറയണത്? യെശയ്യാ 49:15 മുലകൊടുക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനും സമ മറന്നാലും. ഇത് ഈ അമ്മ എന്ന് പറയുന്നത് ഒരു മനുഷ്യ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ സകല മനുഷ്യ വ്യക്തികളുടെയും പ്രതിനിധി. അപ്പോൾ ഞാനെന്താ മനസ്സിലാക്കുന്നത്? ഈ ലോകത്തിലെ ഏതെല്ലാം മനുഷ്യ വ്യക്തികൾ എനിക്ക് സ്നേഹം തരാൻ മറന്നാലും, അപ്പൊ ഞാനാ എനിക്ക് സ്നേഹം തരാൻ മറന്നാലും, ബൈബിളിൽ ഓരോ വചനവരികൾക്ക് ഞാനുണ്ടെങ്കിൽ എന്നോട് പറയണേ, മറന്നാലും ദൈവം തരാൻ മറക്കേല. ഹല്ലേലൂയ. ദൈവം തരാൻ മറക്കേല. ഇനി അടുത്ത വേണം എഴുതി വെച്ചു. എന്താ മറക്കുക എന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയാൻ കിട്ടുന്നില്ലേ മറക്കാന്ന് പറയാൻ മറന്നു. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറയും മറന്നു. പ്രവർത്തിക്കേണ്ട കാര്യം പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറയും മറന്നു. അപ്പൊ ദൈവം ഒരിക്കലും മറക്കുകയില്ലെന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാവോ? നിനക്ക് ആരിൽ നിന്നാണോ സ്നേഹം കിട്ടേണ്ടിയിരുന്നത്, കിട്ടേണ്ട സ്നേഹം, അഭിനന്ദിക്കേണ്ട സ്നേഹം, പ്രോത്സാഹിപ്പിക്കേണ്ട സ്നേഹം, നല്ല വാക്ക് പറയേണ്ട സ്നേഹം, അത് കിട്ടുന്നില്ലെങ്കിൽ അത് അവർ തരുന്നില്ല. തരേണ്ട സമയത്ത് തരാൻ മറന്നു, തരേണ്ട സമയത്ത് അവരിത് കിട്ടുന്നില്ല. ആ കിട്ടാത്തത് കർത്താവ് തരും. തരാൻ മറക്കണം. എൻ്റെ പേര് ജിജോ. ഞാൻ ചങ്ങനാശ്ശേരി മാമൂട്ടിൽ നിന്ന് വരുന്നു. ഞാൻ മെയ് മാസം ഇവിടെ വന്നായിരുന്നു. 3 മാസം ശേഷം വീണ്ടും ഞാൻ ഒന്നുകൂടെ വന്നതാണ്. ഒത്തിരി അനുഭവങ്ങളുള്ള ധ്യാനവും നല്ല വചന സന്ദേശങ്ങളും ഉള്ളതുകൊണ്ട് പിന്നെയും കർത്താവ് ജീവിക്കാൻ വേണ്ടി, ക്രിസ്തുവിന് സൃഷ്ടിയാകാൻ വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ശക്തി പ്രാപിക്കാൻ വേണ്ടി വന്നതാണ്. ധ്യാനം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ല ഡെലിവറൻസ് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം വീണ്ടും ഒത്തിരി ശക്തിപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ പ്രാവശ്യം തടത്തിലച്ഛൻ്റെ പ്രത്യേക ആന്തരിക സൗഖ്യ ധ്യാനത്തിലൊക്കെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായി. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം. നിത്യമായ ആനന്ദം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിത്യജീവൻ ഇല്ലാതായി. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അവർക്ക് നൽകപ്പെട്ട നിത്യമായ സന്തോഷം അവരുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി അപ്രത്യക്ഷമാവുകയാ. അനുസരണക്കേട് അഹങ്കാരം വഴി കടന്നു വന്ന് അനുസരണക്കേട് അവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ നിത്യമായ ജീവൻ അവർക്ക് നഷ്ടമായി. അനുസരിക്കുന്നവർക്കാണ് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുന്നത്. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്.
അവനെ അനുസരിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അവനിൽ ആഴപ്പെടുന്നവർക്ക് നിത്യജീവനുണ്ട്. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, നാഥനേ, നീ അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് എല്ലാവരും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞങ്ങള് എറണാകുളത്ത് ചിറ്റൂർ എന്നൊരു സ്ഥലത്തുനിന്നാണ് പറഞ്ഞത്. എറണാകുളത്ത് ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഞങ്ങള് ധ്യാനം വന്ന് കൂടിയിട്ട് നല്ല ഒരു ധ്യാനമായിരുന്നു. എല്ലാം കൊണ്ടും സന്തോഷവും സംതൃപ്തിയും എല്ലാം വന്ന്. ഇതെന്റെ ഭാര്യയാണ്. ഭാര്യയുടെ പേര് ടെൽബി, എൻ്റെ പേര് എബ്രാഹാം ജോസഫ്. ഞങ്ങൾക്ക് കുട്ടികളില്ല. ഞങ്ങള് 33 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് നിറയാനുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഇവിടെ രണ്ടുപേരും കൂടി ധ്യാനത്തിനായിട്ട് പോകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് നല്ല ഉണർവും ശക്തിയും അത് ഈശോ ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാകാൻ സാധിച്ചു. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നത് യേശു. ആ വാഗ്ദാനം ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഞാനൊരു സത്യാത്മാവിനെ, ഒരു സഹായകനെ തരും. എന്നിട്ട് വചനം പറയുക, യോഹന്നാൻ സുവിശേഷം 14:17 വചനം എങ്ങനെയാണ്? ആ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയുകയില്ല. എന്തുകൊണ്ടാണ് ആ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയുകയില്ലെന്ന് പറയുന്നത്? ലോകം ഈ തിരക്കിന്റെ പ്രതീകമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ധ്യാനത്തിന്റെ ഈ സെക്കൻഡ് ലാസ്റ്റ് ഡേ, ഈ ഉച്ചതിരിഞ്ഞ സമയത്ത് ദൈവം നമ്മോട് പറഞ്ഞു തരുക, ഈ തിരക്കൊക്കെ ഒന്ന് കുറച്ചു വെച്ചിട്ടൊന്ന് ജീവിക്കാൻ തുടങ്ങണം. എന്താ പറഞ്ഞത്? തിരക്കൊക്കെ കുറച്ചു വെച്ചിട്ട് ജീവിക്കാൻ തുടങ്ങണം പ്രിയമുള്ളവരെ. ഇല്ലെങ്കിൽ മരണം സങ്കടകരമായിരിക്കും. തിരക്കൊക്കെ കുറച്ചു വെച്ചിട്ട് ജീവിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ മരണം സങ്കടമായിരിക്കും. മരണം സന്തോഷമാകണ്ടേ? വേണോ? ആ മരണം സന്തോഷമാകണമെങ്കിൽ ജീവിച്ചിട്ട് മരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് എന്ത് കരുതി വെറുതെ ഇരുന്നോ, മടിയന്മാരായിട്ട് അലസന്മാരായിട്ട് ഇരുന്നോ, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം, വേണ്ടെന്നല്ല. പക്ഷെ ഓർക്കണം, എപ്പോഴും നമുക്ക് അല്പം ഒരു ശാന്തത, അല്പം ഒരു സ്വസ്ഥത, ഒരു ഒതുങ്ങല്, ഒരു പിൻവാങ്ങല് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സാഹചര്യങ്ങൾക്കൊക്കെ ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ്. എന്നാൽ ദൈവം ആരാണ് എന്ന് ചരിത്രത്തിൽ യേശുക്രിസ്തുവിലൂടെ, ദൈവത്തിൻ്റെ പുത്രനിലൂടെ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു. ഈ കുരിശിൽ അവൻ കിടക്കുന്നത് കാണുമ്പോൾ, അവൻ്റെ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ, അവൻ്റെ മുറിവുകളിലേക്ക് നോക്കുമ്പോൾ, അവൻ്റെ ശരീരത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ചോരത്തുള്ളികളിലേക്ക് നോക്കുമ്പോൾ, ഇതെല്ലാം ആർക്കു വേണ്ടിയാണ് ദൈവം ചെയ്തത് എന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവം സ്നേഹം തന്നെയാണ്, ദൈവം നല്ലവനാണ്. അതുകൊണ്ട് ഈശോയുടെ ആ രൂപത്തിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ പ്രാർത്ഥന ഒന്ന് ഏറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് നല്ലവനാണെന്നും അമ്മയെക്കാളും അപ്പനേക്കാളും ഈ പ്രപഞ്ചത്തിലുള്ള ഏത് വ്യക്തികളെക്കാളും ഉപരിയായി എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി ജീവൻ തന്ന, എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന, എനിക്ക് വേണ്ടി സുന്ദരമായ പദ്ധതികൾ ഒരുക്കുന്ന, അമ്മ മറന്നാലും മറക്കാത്ത,
അപ്പൻ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത നല്ല ദൈവമാണെന്ന് സങ്കീർത്തനം 100 തലക്കെട്ടിനോട് ചേർന്ന് ഞാനും പറയുന്നു, ഞാനും വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനാണ്. യേശുമതി, ആ സ്നേഹം മതി, തൻ ക്രൂശുമതി എനിക്ക്. യേശുമതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും, യേശു മതിയായവൻ. ഞങ്ങള് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. സത്യസേവ സിസ്റ്റേഴ്സ്. ഈ സിസ്റ്ററിന്റെ പേര് സിസ്റ്റർ ഫിഡലിസ്, എൻ്റെ പേര് സിസ്റ്റർ എമിലിയ. ഞങ്ങൾ ഈ ധ്യാനം കൂടാൻ വന്നതാണ്. ഒത്തിരി അത്ഭുതങ്ങളെ കുറിച്ച് കേട്ടിട്ട്, കുറേ രോഗസൗഖ്യമൊക്കെ കേട്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ധ്യാനം കൂടി ഞങ്ങൾക്കും രോഗശാന്തി ലഭിക്കും എന്നുള്ള വിശ്വാസത്തിൽ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ എല്ലാവരുടെയും രോഗശാന്തിയും എല്ലാവരുടെയും പ്രോബ്ലങ്ങളെല്ലാം കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഈ ധ്യാനം ഒത്തിരി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ആത്മീയമായി വളരാനും ഞങ്ങളുടെ ചെറിയ ചെറിയ രോഗങ്ങളിൽ നിന്ന് ശാന്തി കിട്ടാനും ഞങ്ങളെ സഹായിച്ചു. നമ്മളിങ്ങനെ ഈശോയുടെ വചനം കേട്ട് ഈശോയുടെ മുഖത്തോട്ട് നോക്കിയിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞങ്ങളെപ്പോലെ ചില ആളുകൾ വരും, വലിയ പ്രഘോഷണശേഷി കൊടുത്ത വൈദികർ വരും, പാട്ടുകാര്, അനുഗ്രഹീതരായ പാട്ടുകാർ വരും. അങ്ങനെ നമ്മള് ദൈവത്തിൽ ഇങ്ങനെ ആനന്ദിക്കാൻ പോവുകയാണ്. റിജോയ്സ് ഇൻ ദ ലോർഡ്. എന്തോ ഒരു ആനന്ദം എൻ്റെ ഉള്ളിൽ ഇമ്മാനുവേൽ ഈശോ ഉള്ളതിനാൽ. എൻ്റെ പേര് സുമി. ഞങ്ങൾ കൊല്ലം പരൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകള് തെസിയ. ഒരുപാട് മനസ്സ് വിഷമിച്ചാണ് വന്നത്. ബ്രദറിൻ്റെ പ്രാർത്ഥന ഇതിലൊക്കെ ഇത് കേട്ടപ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷമായി, ഒരു സമാധാനമുണ്ട്. അങ്ങനെ സന്തോഷമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്ന് ഞാൻ വിളിക്കുമ്പം എനിക്കായി വിളിയിലൂടെ രക്ഷ കിട്ടണമെങ്കിൽ എൻ്റെ പാപങ്ങൾ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ ക്ഷമിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. റോമാലേഖനത്തിൽ പറയും, ഒരു മനുഷ്യൻ്റെ പാപം വഴിയാണ് മരണം ലോകത്തിലേക്ക് വന്നത്. അതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണം വഴിയായി ജീവനും ലോകത്തിലേക്ക് വന്നുവെന്ന്. ഒത്തിരി നാളുകളായി, ഒത്തിരി വർഷങ്ങളായി ഡിവൈനിൽ ധ്യാനം കൂടാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഇവിടെ സ്വന്തം വീട് പോലെ ആയിട്ടുണ്ട്. എല്ലാ ധ്യാനത്തിനും പുതിയ പുതിയ അനുഭവങ്ങളാണ്. പക്ഷേ ഈ ധ്യാനത്തിന് വന്നിട്ട് തൊട്ട് മുമ്പുള്ള ടോക്കിൽ വല്ലാത്തൊരു ഫീല്, ഒരറിവ്, പുതിയ അറിവ് കിട്ടി. ഇപ്പോൾ ഞാൻ വളരെ സംതൃപ്തിയോടെയാണ് പോകുന്നത്. എന്താവശ്യം വന്നാലും എനിക്കെൻ്റെ അപ്പനുണ്ട്, എനിക്കെൻ്റെ അപ്പനുണ്ടെന്നുള്ള പൂർണ്ണ സംതൃപ്തിയോടെ നാളെ ഞാൻ ഇവിടെ നിന്ന് തിരിക്കുക. ആയിരത്തി 1992 മുതൽ ഇവിടെ ധ്യാനത്തിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. അന്ന് മുതൽ പിന്നൊരു ജീവിത പങ്കാളിയെ കിട്ടി. അവരൊരുമിച്ച് ധ്യാനത്തിൽ 10-15 ധ്യാനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും സ്പർശിക്കുകയും നമുക്ക് നല്ല നല്ല അനുഗ്രഹങ്ങൾ ഒരുപാട് വാരിച്ചൊരിയുകയും ചെയ്ത സ്ഥലമാണ് ഡിവൈൻ. ഇപ്പോൾ ഒരു നന്ദിയുടെ സൂചകമായി ഞങ്ങളിവിടെ വന്നിരിക്കുന്നു. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ വന്നൊരു നവീകരണ ധ്യാനത്തിൽ പങ്കെടുക്കുകയും നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു.
കാരണം വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. അത് ദൈവമാണ്, ആ യേശുവാണത്. അപ്പം ആ വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63 എടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എൻ്റെ പേര് എൽസി. ഞങ്ങൾ ഇവിടെ ധ്യാനം കൂടാൻ വന്നാണ്. ഞാൻ നല്ലൊരു അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് കാലിന് മുഴുവൻ വെരിക്കോസ് വെയിനാണ്. അതിൽ ഭയങ്കരമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടന്നു. വെള്ളം കുടത്തിൽ നിന്ന് വെള്ളം ഒഴിക്കുന്ന പോലെ ആ സ്പീഡിലായിരുന്നു ഇന്ന് പെട്ടെന്നൊരു അനുഭവം ഉണ്ടായി. നല്ലൊരു ശുശ്രൂഷയാണ് ഇന്ന് ലഭിച്ചത്. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ അങ്ങേ മഹത്വം. അക്കാലത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവിടെ മധ്യേ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോകയില്ലേ? കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴിതെറ്റിപ്പോകാത്ത 99 എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിക്കാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. എൻ്റെ പേര് നീതു. ഞങ്ങൾ ഷാർജയിൽ നിന്ന് വരുവാണ്. ഞങ്ങൾ ഇവിടെ ധ്യാനം കൂടിയിട്ട് മനസ്സിന് നല്ല റിലീഫ് കിട്ടി. അപ്പൊ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും ചിന്തകളുമെല്ലാം യേശുക്രിസ്തുവിൽ ആയിരിക്കണം. ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകള് മറ്റു പല സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ പോകുകയാണ്. അപ്പൊ ശരീരം ഇവിടെ ഇരിപ്പുണ്ട്, മനസ്സും ചിന്തകളുമൊക്കെ വേറെ സ്ഥലത്തോട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. നമ്മുടെ ശരീരം മാത്രമല്ല, ഹൃദയവും മനസ്സും ചിന്തകളുമെല്ലാം കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ നമ്മൾ അത് ശ്രമിക്കുന്നതിന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാതിരിക്കുക. കരങ്ങൾ ഉയർത്തി ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു മനുഷ്യ വ്യക്തി ജീവിതത്തിലെ ഏത് അവസ്ഥയിൽ കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് കടന്നു വന്നാലും ആ വ്യക്തികളുടെ ജീവിതത്തിലെ ഇന്നലകളെ നോക്കാതെ ഇന്നലകളെല്ലാം ഈശോ അവനിൽ നിന്ന് ഏറ്റെടുത്ത് ഇന്നിൽ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുക, അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഈശോയുടെ അടുക്കലേക്ക് കടന്നു വന്ന ഏത് വ്യക്തികളുടെയും ജീവിതത്തിൽ അവിടെ ഇന്നലകളെ മുഴുവൻ ഏറ്റെടുത്ത് ഇന്നിലൊരു പുതിയ വ്യക്തിയാക്കി മാറ്റി പുതിയ ദൈവാനുഭവത്തിൻ്റെ സന്തോഷത്തിലാണ് ഓരോ വ്യക്തിയെയും കർത്താവ് പറഞ്ഞയച്ചത്. ഇതുപോലെയാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഓരോ ആഴ്ചയിലും ധ്യാനിക്കാനായിട്ട് കടന്നു വരുന്ന വ്യക്തികൾ അവിടെ ഇന്നലകളിൽ
ജീവിതത്തിൽ ഏതെല്ലാം തകർച്ചകൾ, പാപത്തഴക്കങ്ങൾ, ദുശീലത്തിൻ്റെ പ്രവണതകൾ എന്തെല്ലാം ഉണ്ടായാലും അതിൽ നിന്ന് എല്ലാ കർത്താവ് മോചനം നൽകുന്നു. ആ അവസ്ഥയിൽ നിന്ന് വിടുതൽ നൽകുന്നു. ഒരു പുതിയ വ്യക്തിയാക്കി അവരെ ഓരോരുത്തർ മാറ്റുന്നു. ഇതാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഓരോ ആഴ്ചയിലും ധ്യാനത്തിലൂടെ കർത്താവ് ചെയ്യുന്ന വലിയ കാര്യങ്ങൾ. ഈ ആഴ്ചയിൽ ധ്യാനത്തിൽ കൂടി വചനം കേട്ട് വലിയ ദൈവാനുഭവം കിട്ടിയ ഓരോ വ്യക്തിയും ഇന്ന് ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇനിയുള്ള നിങ്ങളുടെ ജീവിത നാളുകളിൽ കർത്താവ് ചെയ്യാവുന്ന വലിയൊരു കാര്യത്തെക്കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ പറയുന്നത്. ഈശോ പറഞ്ഞു, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. വചനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ഓരോ വ്യക്തിയോട് പറയുകയാണ്, ഇനിയുള്ള ജീവിത നാളുകളിൽ പരിശുദ്ധാത്മാവ് നീ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കരുത്, ഏത് വഴിയിലൂടെ പോകണം, ഏത് വഴിയിലൂടെ പോകരുത്, ഇതെല്ലാം നിന്റെ ഉള്ളിലിരുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധാത്മാവ്. ധ്യാനത്തിലൂടെ നീ കേട്ടതായ ഓരോ കാര്യങ്ങളും വേണ്ട സമയത്ത് ഓർമ്മപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവാണ് ഇനി നിങ്ങളുടെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. അതിനാൽ ആത്മാവിൻ്റെ പ്രേരണയും പ്രചോദനവും സ്വീകരിച്ച് ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ നന്മയുടെ, സന്തോഷത്തിൻ്റെ, പരസ്പര ഐക്യത്തിൻ്റെ ആ ഒരു നല്ല ജീവിതം നയിക്കുവാൻ, ആ ജീവിതത്തിലൂടെ, ആ മാതൃകയിലൂടെ അനേകരെ ഓരോ ആഴ്ചയിലേക്കും നിങ്ങളുടെ ജീവിത സാക്ഷ്യം വഴിയായിട്ട് ധ്യാനത്തിൽ പറഞ്ഞയക്കാൻ, കൊണ്ടുവരാൻ അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങൾ ഓരോരുത്തരും എടുത്ത നല്ല തീരുമാനങ്ങളെ സമൃദ്ധമായ ദൈവാനുഗ്രഹമാക്കി മാറ്റട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാ കൃപകളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.